രാവണൻ്റെ ലീനിയേജാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവാണല്ലോ ലോകം സൃഷ്ടിച്ചത്. ബ്രഹ്മാവിന് മാനസപുത്രന്മാരുണ്ടായിരുന്നു. അതിൽ 2 മാനസപുത്രന്മാർ നമ്മളുടെ ഹീറോസാണ്. ഒന്ന് കശ്യപ പ്രജാപതി, 2 പുലസ്ത്യൻ. അപ്പം ഈ കശ്യപ പ്രജാപതിയിൽ നിന്നാണ് ദൈത്യന്മാർ, ദാനവന്മാർ, അസുരന്മാർ, നമ്മുടെ മനുഷ്യർ ഇവരെല്ലാം ഉണ്ടായതെന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. കശ്യപ പ്രജാപതിയിൽ നിന്നും. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ദിതിയിൽ നിന്ന് അസുരന്മാർ, അതിഥിയിൽ നിന്ന് ദേവന്മാർ, പിന്നെ ദാനവന്മാർ, അങ്ങനെ പല ആൾക്കാരുണ്ടായി എന്ന് പറയുന്നു. പക്ഷെ പുലസ്ത്യൻ എന്ന് പറയുന്നത് ഒരു ബ്രഹ്മർഷിയായിരുന്നു. ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള വേദങ്ങളൊക്കെ പഠിച്ചിരുന്ന വളരെ സാത്വികനായിട്ടുള്ള ഒരു മഹർഷിയായിരുന്നു പുലസ്ത്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് വിശ്രവസ്. അപ്പം ഈ വിശ്രവസും ഈ പറഞ്ഞതുപോലെ വളരെ വലിയൊരു മഹർഷിയായിരുന്നു. ഇനി ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കശ്യപ പ്രജാപതിയുടെ മക്കളായിട്ടാണ് ദേവന്മാരും അസുരന്മാരും ജനിച്ചത്. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും വളർന്നു വരുന്നത് ഒരേ എൻവയോൺമെൻറ്റിലാണ്. 2 പേരുടെയും അച്ഛന്മാർ സെയിം ആയതുകൊണ്ട് ഒരേ എൻവയോൺമെൻറ്റിലാണ് ഇവർ വളർന്നു വരുന്നത്. പക്ഷേ ഈ ഭാര്യമാരുടെ വ്യത്യാസം, അതായത് ദിതിയും അതിഥിയും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം കാരണം എന്ത് സംഭവിച്ചു? ദേവന്മാർക്ക് കുറച്ചുകൂടെ സാത്വിക ക്വാളിറ്റീസ്, അതായത് അധികം വഴക്കുണ്ടാക്കാത്ത, ദൈവഭയമുള്ള അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു ഈ ദേവന്മാർ. നേരെ മറിച്ച് അസുരന്മാർ കുറച്ചുകൂടെ മത്സര ബുദ്ധിയുള്ള, കുറച്ചും കൂടെ അസൂയയും കുശുമ്പൊക്കെയുള്ള തരത്തിലുള്ള ആൾക്കാരായിരുന്നു അസുരന്മാർ. അപ്പം ഈ ദേവന്മാർക്ക് വിഷ്ണുവിനെ സുഹൃത്തായി കിട്ടുന്നു. അങ്ങനെ വിഷ്ണു കുറച്ച് പവർഫുൾ ആയിട്ടുള്ള, കുറച്ച് സ്ട്രെങ്ത് ഉള്ള ആളായിരുന്നു. അപ്പം ദേവന്മാർക്ക് സ്വാഭാവികമായും വിഷ്ണുവിൻ്റെ സഹായത്തോടെ ദേവലോകങ്ങളിൽ പൊസിഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. സ്വാഭാവികമായും ഒന്നാമതേ അസൂയുള്ള മനുഷ്യരാണ് അസൂയുള്ള ആൾക്കാരാണ് അസുരന്മാർ. അപ്പോൾ അസുരന്മാർക്ക് സ്വാഭാവികമായും ഒരു ദേഷ്യം തോന്നുകയും അങ്ങനെ ദേവന്മാരെക്കാളും വലുതാവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ദേവന്മാർക്ക് ദേവലോകവും അസുരന്മാർക്ക് ലങ്കയും ഒക്കെ വീതിച്ചു കൊടുക്കും വഴക്കുണ്ടാക്കാതിരിക്കാൻ. എന്നിട്ടും അസുരന്മാർക്ക് ദേവന്മാരെക്കാളും വലുതാവണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധിപത്യം തെളിയിക്കണം എന്നുള്ള തോന്നൽ വരുമ്പോൾ ഈ അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കുകയും അവസാനം ദേവന്മാർ ഇവരെ കീഴ്പ്പെടുത്തി അസുരന്മാരെല്ലാം അസുര ലോകത്തിൽ നിന്നും, അതായത് ലങ്കയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സുമാലി വളരെ സങ്കടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ലങ്കയിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ലങ്ക കൈവശപ്പെടുത്തുന്നത് ആരാണ്? ലങ്ക ആർക്കാ കൊടുക്കുന്നത്? ലങ്ക കൊടുക്കുന്നത് വിശ്രവസിനെ ഞാൻ നേരത്തെ പറഞ്ഞു, പുലസ്ത്യ മഹർഷി, കശ്യപനെ പോലെ തന്നെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ പുലസ്ത്യ മഹർഷി, അദ്ദേഹത്തിൻ്റെ മകനാണ് വിശ്രവസ് മഹർഷി. ഈ വിശ്രവസ് മഹർഷിയുടെ മൂത്ത കുട്ടിയായിട്ടുള്ള വൈശ്രവണനാണ് ഈ ലങ്ക കൊടുക്കുന്നത്. അപ്പോൾ ലങ്കയും പുഷ്പക വിമാനവും ഒക്കെ വൈശ്രവണനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സുമാലി എപ്പോഴും താഴെ പാതാളത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കും. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം റൂൾ ചെയ്യുന്ന വൈശ്രവണനെ വളരെ അസൂയോടെയും ദേഷ്യത്തോടെയും, ഞങ്ങൾക്ക് എൻ്റെ രാജ്യമാണല്ലോ അത്, അദ്ദേഹത്തിൻ്റെ രാജ്യമാണല്ലോ അത്, അങ്ങനെ നോക്കും. എന്നിട്ട് ഈ സുമാലി അദ്ദേഹത്തിൻ്റെ പുത്രി കൈകസി, സുന്ദരിയായ കൈകസിയോട് പറയും, നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണം, അതിന് ഇന്ദ്രനേക്കാളും ശ്രേഷ്ഠനായ കുട്ടി ഉണ്ടാവണം. ഒരു കാര്യം ചെയ്യേ, വൈശ്രവസിൻ്റെ അച്ഛൻ വിശ്രവണനുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനോട് നീയും പുത്രദാനം ചോദിക്കുക. അദ്ദേഹത്തിനും നിനക്കും കൂടി പുത്രനുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബലവും അദ്ദേഹത്തിൻ്റെ അറിവും വെച്ച് ഏറ്റവും നല്ല കുഞ്ഞിനെയായിരിക്കും നമുക്ക് കിട്ടുക. ആ കുഞ്ഞിൽ കൂടി നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കൈകസീനെ വിശ്രവസിൻ്റെ അടുത്തേക്ക് വിടുകയാണ്, വിശ്രവസ് മുനിയുടെ അടുത്തേക്ക് വിടുകയാണ്. അങ്ങനെ കൈകസി വിശ്രവസ് മുനിയുടെ അടുത്ത് ചെല്ലും. പക്ഷേ അദ്ദേഹം നീണ്ട തപസ് ചെയ്യുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം എനിക്ക് പുത്രന്മാരെയാണ് വേണ്ടതെന്ന് പറയും. അന്നത്തെ കാലത്ത് അത് മതിയല്ലോ, ഈ പുത്രന്മാരെയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ വിശ്രവസ് പറയും, ശരി, എനിക്ക് സമ്മതമാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സമയം നമ്മളിപ്പോൾ പറയില്ലേ, പ്രീ കൺസെപ്ഷണൽ കെയർ, നല്ല കുട്ടികൾ ഉണ്ടാവാനുള്ള സമയം. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ സമയത്തൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ കുട്ടി ബുദ്ധിമാനായിരിക്കും, പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ എനിക്ക് യാതൊരു ഇതും പറയാനില്ല. അവൻ്റെ സ്വഭാവത്തിൽ ആസുര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അത് നിനക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെങ്കിൽ ഓക്കെ എന്ന് പറയും. അപ്പം കൈകസി പറയും, സാരമില്ല എന്ന് പറയും. അങ്ങനെയാണ് രാവണൻ ജനിക്കുന്നത്. അപ്പോൾ രാവണൻ്റെ ജനനം തന്നെ, രാവണനെ കൺസീവ് ചെയ്ത, അല്ലെങ്കിൽ രാവണൻ്റെ പുത്രോത്പാദനം നടക്കുന്ന സമയം തന്നെ വളരെ മോശപ്പെട്ട ഒരു മനസ്സിന് ഉള്ള കുട്ടി ഉണ്ടാകുന്ന ഉറപ്പിച്ച് തന്നെയാണ് രാവണൻ്റെ ഗർഭാധാനം നടക്കുന്നത് തന്നെ, അല്ലെങ്കിൽ രാവണൻ ഉണ്ടാവുന്നത് തന്നെ. അത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു 10 തലയാണ് രാവണന്. എന്തുകൊണ്ടാണ് ആ 10 തല എന്ന് പറയുന്നത്? രാവണൻ്റെ കുട്ടിക്കാലം മുഴുവൻ രാവണൻ അച്ഛനോടൊപ്പമാണ് ചെലവഴിച്ചത്. അപ്പം അച്ഛൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ്റെ നേരെ പുത്രനാണ്. അതായത് ഭയങ്കരമായ വേദങ്ങളും പുരാണങ്ങളും എല്ലാ അറിവുകളുമുള്ള ശ്രേഷ്ഠൻ. അദ്ദേഹം ഈ മക്കളെ മുഴുവൻ അദ്ദേഹം സ്വന്തമായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ രാവണൻ എല്ലാ വേദങ്ങളും പഠിച്ചു, എല്ലാ പുരാണങ്ങളും പഠിച്ചു, വീണവാദ്യങ്ങൾ പഠിച്ചു. ഭയങ്കര ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു രാവണൻ.
പക്ഷേ രാവണന് വിദ്യയുടെ കൂടെ ഇപ്പുറത്തെ സൈഡിൽ അമ്മയുണ്ട് അല്ലേ. അമ്മ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്, നോക്ക് നിൻ്റെ ബ്രദറാണ്, നിൻ്റെ ചേട്ടനാണ് നമ്മുടെ രാജ്യം വാണുകൊണ്ടിരിക്കുന്നത്, വൈശ്രവണൻ നിൻ്റെ ചേട്ടനാണ്. പക്ഷെ നീ ഇവിടെ കണ്ടില്ലേ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവൻ അവിടെയും. അപ്പം ഇത്രയും വ്യത്യാസം എന്തുകൊണ്ട് വന്നു? നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് നേടണം. കാരണം രാവണൻ ഉണ്ടായത് തന്നെ അസുര വംശത്തിന് ബലമുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാവണൻ്റെ ആ ഉദ്ദേശം, ജന്മലക്ഷ്യം ഭയങ്കരമായിട്ട് അമ്മ രാവണനിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ രാവണൻ സ്വാഭാവികമായും അച്ഛൻ്റെ സാത്വിക ഭാവത്തെക്കാൾ കൂടുതൽ അമ്മയുടെ രാജസഭാവം, അമ്മയുടെ മത്സരബുദ്ധി, അമ്മയുടെ വെട്ടിപ്പിടിക്കാനുള്ള അധികാരത്തോടുള്ള ആ ഒരു പാത്താണ്, ആ ഒരു വഴിയാണ് രാവണൻ തിരഞ്ഞെടുത്തത്. രാവണന് 2 വഴിയും തിരഞ്ഞെടുക്കാമായിരുന്നു. ജന്മം കൊണ്ടും അറിവ് കൊണ്ടും രാവണൻ്റെ അച്ഛനെ പോലെ നല്ല മാർഗത്തിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള ആരെയും ഉപദ്രവിക്കാത്ത മാർഗത്തിൽ, അധികാരം വേണ്ടാത്ത മാർഗത്തിൽ പോകാമായിരുന്നു. പക്ഷേ രാവണൻ അമ്മയുടെ പാതയാണ് പിന്തുടരാൻ ആഗ്രഹിച്ചതും പിന്നീട് അങ്ങനെയാണ് രാവണൻ ഇത്ര നോളജബിൾ ആയിട്ടുള്ള, അതായത് രാവണനെ പോലെ 10 തലയുണ്ട് രാവണൻ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 10 തലയുള്ള ഒരാൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന വിദ്യകളേക്കാൾ അപ്പുറം രാവണൻ സ്വായത്തമാക്കിയിരുന്നു. സംഗീതത്തിലായാലും വാദ്യത്തിലായാലും പുരാണത്തിലായാലും എല്ലാം ശരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ സ്കോളേഴ്സ്, പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു രാവണൻ. പക്ഷേ രാവണൻ, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ മനസ്സിലാവുന്നത്? പാണ്ഡിത്യം കൊണ്ട്, അറിവ് കൊണ്ട് ഒരാൾ നല്ലതാവുന്നില്ല അല്ലേ. അറിവ്, ഇത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു സേയിങ് ഉണ്ട് ഹാരി പോട്ടറിൽ, കുട്ടികളുടെ ബുക്ക് ഹാരി പോട്ടറിൽ ഒരു സേയിങ് ഉണ്ട്, ദർ ഇസ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ ഇൻ അസ്, ഇറ്റ് ഈസ് ഓൾവേസ് എ പാത്ത് വി ചൂസസ് ഡിഫൈൻസ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നന്മയും തിന്മയും തമ്മിലുള്ള ജയപരാജയങ്ങളിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവണൻ എന്നും നിന്നിരുന്നത് രാവണൻ്റെ അമ്മയുടെയും രാവണൻ്റെ മുത്തച്ഛൻ്റെയും അടക്കി ഭരിക്കുക, അധികാരം നേടുക എന്നുള്ള ആ ഒരു തത്വത്തിലായിരുന്നു. അല്ലെങ്കിൽ രാവണൻ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ, ഏറ്റവും നല്ല ചക്രവർത്തിയായി മാറിയേനെ. അപ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ള മാർഗത്തിനപ്പുറം രാവണൻ സമാധാനിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ കൂടി നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു തരത്തിൽ ലോകം അടക്കി വാഴാമായിരുന്നു.